ഹായ്, വെൽക്കം ടു വി ലേണിങ്സ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, എന്താണ് സെൻട്രൽ ആംഗിൾ? ഓക്കെ, സെൻട്രൽ എന്താണ് സെൻട്രൽ ആംഗിൾ? ഓക്കെ, എന്താണ് സെൻട്രൽ ആംഗിൾ? ഇതിനെ നമ്മൾ മലയാളത്തില് കേന്ദ്രം എന്ന് പറയും. എന്ത് പറയും? കേന്ദ്രം എന്ന് പറയും. ഓക്കെ, കേന്ദ്ര കോണ് എന്ന് പറയും. ഓക്കെ, നോക്ക്, ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഇതൊരു സർക്കിളാണ്. ഇതിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് വിചാരിക്കുക. ഇത് എ, ഇത് ബി ആണ് വിചാരിക്കുക. ഓക്കെ, നോക്ക്, ഈ രണ്ട് മറ്റേ പോയിന്റുകള് നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും? ഒരു ആംഗിൾ ഉണ്ടാക്കും. ഓക്കെ, എന്തുണ്ടാക്കും? ഒരു ആംഗിൾ ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് എന്ത്? സെന്റർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ സെന്ററിനെ നമുക്ക് O എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? സംഭവം സിമ്പിൾ ആണ്. അതായത് ഈ പറയുന്ന ആംഗിളിന്റെ തല എവിടെ കിടക്കണം? സെന്ററിൽ കിടക്കണം. അതായത് ഈ സാധനം കണ്ട, ഈ രണ്ട് റേഡിയസ് ജോയിൻ ചെയ്യുന്ന ആ സ്ഥലം എവിടെ കിടക്കണം? സെന്ററിൽ കിടക്കണം. അത്രേ ഉള്ളൂ. നോക്ക്, എന്താ പറയുന്നത്? ആംഗിൾ ഫോംഡ് അറ്റ് ദ സെന്റർ ബൈ 2 റേഡിയൈ. എന്താണ്? ആംഗിൾ formed at the center by 2 radii. അല്ലേ? അതായത് രണ്ട് റേഡിയസ് കാരണം സെന്ററിൽ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ആണ് ഈ പറയുന്ന കേന്ദ്ര കോണം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ആംഗിൾ AOB. അതായത് ഈ ആംഗിൾ AOB. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, സെൻട്രലിലുള്ള ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് നോക്കണേ, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാത്. ഓക്കെ, ഇനി അടുത്തൊരു ആംഗിൾ ആണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. അടുത്ത ആംഗിൾ എന്താണ്? ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഓക്കെ, നോക്ക്, എന്താണ് ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ? നോക്ക്, അതായത് നമ്മുടെ ഇതൊരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നോക്ക്, എന്താണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് വെച്ചാല്, അതായത് ഇതൊരു സർക്കിൾ ആണെന്ന് വെക്കുക. ഇതൊരു സർക്കിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആംഗിളിന്റെ തലപ്പ് എവിടെ ഉണ്ടാവും? ഇതിന്റെ സെന്ററിൽ കിടക്കുന്നുണ്ടാവും. എവിടെ കിടക്കുന്നുണ്ടാവും? ഇതിന്റെ സെന്ററിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആംഗിൾ ഇങ്ങനെ വരും. ആംഗിൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഇതായിരിക്കും അവിടെ നമ്മുടെ ആംഗിൾ. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, എന്താണ് ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? അതായത് എന്താണ് ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ? നമ്മുടെ സർക്കിളിന്റെ ഈ പറയുന്ന സർക്കംഫറൻസിലാണ് ഈ ഒരു സൈഡുകൾ കിടക്കണമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് വിളിക്കാം. ഓക്കെ, ആംഗിൾ ഫോംഡ് അറ്റ് എനി പോയിന്റ് ഓൺ സർക്കിൾ. ഇതാണ് എന്ത്? നമ്മളുടെ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഓക്കെ, നോക്ക്, ഇതിന്റെ തല എവിടെയാണ് കിടക്കുന്നത്? ഇതിന്റെ ടിപ്പ് എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിന്റെ ഒരു ഈ പറയുന്ന സർക്കിളിന്റെ സർക്കംഫറൻസിലാ. ഓക്കെ, കണ്ട ആ ഒരു സംഭവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? അത് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആയി. ഓക്കെ, ഇത്രേ ഉള്ളൂ. സർക്കിളിന്റെ എഡ്ജില്, ഈ അരികില് മറ്റേ എന്താണ് ഈ പറയുന്ന
ആംഗിൾ ഉണ്ടെങ്കിൽ, അരികിൽ ആംഗിൾ ഉണ്ട്, ഇല്ലെങ്കിൽ ആംഗിളിന്റെ സെന്റർ ഈ പറയുന്ന അരികിലാണ് എങ്കിൽ എന്താ പറയാ, ആംഗിളിന്റെ തലപ്പ് ഈ പറയുന്ന അരികിലാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് വിളിക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇതിന് നമുക്ക് എ എന്നും ഇത് ബി എന്നും ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് എക്സ് ഡിഗ്രി ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ഇവിടെ എന്താണ്, ആംഗിൾ എ പി ബി. ഓക്കെ, എന്തും കൂടി പറയുന്നുണ്ട്, ഇതുപോലെ രണ്ട് ആർക്ക് അല്ലെ, ഇത് രണ്ടെന്താണ് ആർക്കുകളാണ് കേട്ടോ. ആർക്കുകൾ നേരത്തെ ക്ലാസ്സിൽ ഉണ്ട്, സർക്കിളും സർക്കിളിന്റെ പാർട്സിൽ ആർക്കുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ ഈ ആർക്കുകൾ സർക്കിളിന്റെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്ത് ആ ആംഗിളിന്റെ തലപ്പ് സർക്കിളിൽ വരികയാണെങ്കിൽ അതെന്തായി, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് അല്ലെ, ഇൻസ്ക്രൈബ്ഡ് ആംഗിളിന് ഒരു ചെറിയൊരു തിയറം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തതാണ് എന്ത്, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം. എന്താണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം എന്ന് നോക്കിക്കേ. നോക്ക്, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ. എന്താ പറയണത്, സെൻട്രൽ ആംഗിൾ. ഓക്കെ, എന്താ സംഭവം നോക്ക്. അതായത് ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ, നമുക്ക് ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അല്ലെ. ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. ഓക്കെ, ഇവര് നിങ്ങളുടെ അടുത്ത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ പഠിച്ചു അല്ലെ. നിങ്ങൾക്ക് ചോദ്യം വരുമ്പോ എങ്ങനെ വരും അറിയോ, ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ തരും, ഇല്ലെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ തരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇത് സർക്കിളിന്റെ അറ്റത്തായിരിക്കും, ഈ പറയുന്ന ഇത് സർക്കിളിന്റെ സെന്ററിലും ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കും, ഇനി അതായത് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറയും, സെൻട്രൽ ആംഗിൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും, ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ആണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എങ്കിൽ നോക്ക് എന്തായിരിക്കും, ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ. അപ്പൊ എത്ര വരും, 160 ഡിഗ്രി ആയിരിക്കും സെൻട്രൽ ആംഗിൾ വരിക. ഇനി തിരിച്ച് ഇവിടെ നമ്മുടെ അടുത്തൊരു എന്താണ്, ഒരു 90 ഡിഗ്രി തന്നു എന്ന് വയ്ക്കുക. എന്നിട്ട് എന്ത്, ഈ പറയുന്ന ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാലോ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്താണ്, ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ആണ്. ഇവിടെ ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഏതാണ്, 90 ഡിഗ്രി അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഹാഫ് ഇൻറ്റു 90 എത്ര വരും, 45 എന്ന് വരും. അപ്പൊ ഇവിടെ എത്ര വരും, 45 ഡിഗ്രി എന്ന് വരും. ഇതാണ് നിങ്ങളുടെ അടുത്ത് കൂടുതലും ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ജസ്റ്റ് 2 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇനി നോക്ക്, സെൻട്രൽ ആംഗിൾ അല്ലെ, സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, 100 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ ചെയ്യും നോക്ക്, ഇൻസ്ക്രൈബ്ഡ് ആംഗിളിന്റെ ഞാൻ ഐ എന്ന് എഴുതുന്നുണ്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്ക്രൈബ്ഡ് ആംഗിളിന്റെ ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ആണ്. ഹാഫ് ഇൻറ്റു എന്താണ്, സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഈക്വൽ ടു എന്ത് വരും, ഇവിടെ എത്രയാണ് സെൻട്രൽ ആംഗിൾ നോക്ക്, ഇവിടെ എത്രയാണ് സെൻട്രൽ ആംഗിൾ, ഈക്വൽ ടു 100 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും, ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി എന്ന് വരും. എന്ത് വരും, ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി എന്ന് വരും അല്ലെ. അങ്ങനെ ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ രണ്ടും ഈ 100 അങ്ങോട്ട് വെട്ടിപ്പോകും. എന്നിട്ട് നമുക്ക് ഉത്തരം എന്ത് കിട്ടും, 50 ഡിഗ്രി കിട്ടും. എന്ത് കിട്ടും, 50 ഡിഗ്രി കിട്ടും. ഇതാണ് ഇവിടത്തെ എന്ത്, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഓക്കെ, ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഓക്കെ, മനസ്സിലായ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് തന്നു, ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തന്നു. അടുത്ത എക്സാമ്പിൾ ആണ് കേട്ടാ. നമുക്കൊരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തന്നു. എന്താണ്, 40 ഡിഗ്രിയാണ് ആ ഒരു ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, സെൻട്രൽ ആംഗിൾ അറിയില്ല, സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി, സിമ്പിൾ.
ഈ പറയുന്ന 40ന്റെ കൂടെ ഒരു 2 ഇൻറ്റു ചെയ്യുക, ഇൻറ്റു കൊടുത്താൽ 80 ഡിഗ്രി കിട്ടും. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ സെൻട്രൽ ആംഗിൾ കിട്ടി. സെൻട്രൽ ആംഗിൾ കിട്ടണമെങ്കിൽ ഇൻസ്ക്രൈബഡ് ആംഗിളിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് സെൻട്രൽ ആംഗിൾ ഞാൻ അവിടെ എഴുതിത്തരാം. സെൻട്രൽ ആംഗിൾ കിട്ടണമെങ്കിൽ വളരെ സിമ്പിളാണ്. എന്താണ്? ഇൻസ്ക്രൈബഡ് ആംഗിൾ ഇൻറ്റു 2 കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇൻസ്ക്രൈബഡ് ആംഗിൾ കിട്ടണമെങ്കിലോ സിമ്പിൾ, CA/2. നമ്മുടെ സെൻട്രൽ ആംഗിളിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഹരിച്ചാൽ മതി, കിട്ടും. അത്രേ ഉള്ളൂ. ഇതാണ് എന്ത്? ഇൻസ്ക്രൈബഡ് ആംഗിൾ തിയറം. ഓക്കെ, അതായത് സെന്റർ സർക്കംഫറൻസിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2ഉം സർക്കംഫറൻസ് ടു സെന്റർ ആണെങ്കിൽ ഇൻറ്റു 2. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,